മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് സർവേ. 10 ഗ്രൂപ്പായി തിരിഞ്ഞാണ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സർവേ. സാനിയോ മനോമി ചേരുന്നു നമുക്കൊപ്പം വയനാട്ടിൽ നിന്ന്. സാനിയോ മനോമി, സർവേ തുടങ്ങുന്നു എന്നത് സന്തോഷകരമായ വാർത്തയാണ്. എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? സുജയ, അതുതന്നെയാണ് ഈ സർവേ നടപടികൾ തുടങ്ങുന്നത്. ഈ ദുരന്തബാധിതരെ സംബന്ധിച്ചും നമ്മളെല്ലാവരെ സംബന്ധിച്ചും വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെയും ഫോറസ്റ്റ്, പോലീസ് ഇത്തരത്തിലുള്ള വകുപ്പുകളുടെയൊക്കെ സംഘങ്ങൾ തിരിഞ്ഞുകൊണ്ട് 10 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സർവേ നടക്കുന്നത്. ഉദ്യോഗസ്ഥരൊക്കെയും ഇവിടെയുണ്ട്. സർവേ നടപടികളിലേക്ക് പോവുകയാണ്. അതായത് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പുൽപ്പാറ ഡിവിഷനിലെ 78 ഹെക്ടർ ഭൂമിയിലാണ് ഇപ്പോൾ സർവേ നടപടികൾ നടക്കുന്നത്. ഇവിടെ 600 കുടുംബങ്ങൾക്ക് വീട് വെക്കാം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ നെടുമ്പാല ഹെക്ടറിലും അതുപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും ഒക്കെ ഈ ഭൂമി ഏറ്റെടുക്കാമെന്ന് സർക്കാർ ഉത്തരവ് വന്നപ്പോൾ 2 കമ്പനികളും ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഹൈക്കോടതി ഇത് ഭൂമി ഏറ്റെടുപ്പുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് ആ നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ നടപടികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഏക്കർ, അതായത് ദൃശ്യങ്ങളിൽ കാണുന്ന തേയിലത്തോട്ടമാണ് ഇവിടെ പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കാനായി ഒരുങ്ങുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ 600 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ വീട് എന്നുള്ളത് മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്, മറിച്ച് അവർക്ക് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് സ്കൂൾ, ആശുപത്രി, അംഗനവാടികൾ, അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും, മൃഗാശുപത്രികൾ എല്ലാം ഒരുക്കിക്കൊണ്ട് നല്ല റോഡുകൾ, കുടിവെള്ളം, വൈദ്യുതി ഇതൊക്കെ ഒരുക്കുന്ന ഒരു മാതൃകാ ടൗൺഷിപ്പ്, ലോക നിലവാരത്തിലേക്ക് ഉയരുന്ന മാതൃകാ ടൗൺഷിപ്പായിരിക്കും ഇവിടെ നിർമ്മിക്കുക എന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. അത്തരത്തിലൊന്ന് നിർമ്മിക്കാൻ ഉടൻ തന്നെ കഴിയട്ടെ എന്നുള്ളതാണ് ആശംസിക്കാനുള്ളത്. ഏതായാലും ഈ സർവേ നടപടികൾ ആരംഭിച്ചു തുടങ്ങി എന്നുള്ളത് വലിയ കാര്യമാണ്. ഇന്നിപ്പോൾ 3:30 മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ മന്ത്രിസഭാ തീരുമാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും അറിയിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ ടൗൺഷിപ്പിന്റെ പണി തുടങ്ങട്ടെ എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. സുജയ, തീർച്ചയായും പുതുവർഷ ദിനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാനിയോ നിൽക്കുന്ന സർവേ നടക്കുന്ന ഇടത്ത് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ആ മനുഷ്യർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് വീട് ഉയരട്ടെ, അവരുടെ ജീവിതം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അവർക്കൊരു ഉറപ്പ് കിട്ടട്ടെ.